ഹലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാൻ വന്ന ഉടനെ എന്താ കുറേ ക്യൂടെക്സ് ഒക്കെ നിരത്തി വെച്ചിട്ട് എന്ത് കാണിക്കാൻ പോവാന്ന്. ഞാൻ ഭയങ്കര ആലോചനയിലൂടെ തിരഞ്ഞെടുത്ത 2 കളേഴ്സാണ് ഞാൻ നിങ്ങളുടെ മുൻപിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഇരുന്നപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ വിചാരിച്ചു കുറച്ച് നെയിൽ ആർട്ട് ആയാലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 കളേഴ്സ് സെലക്ട് ചെയ്തു. ഒരെണ്ണം ഒരു സിൽവർ കളർ പോലത്തെ ഒരു കളറും, വേറൊരെണ്ണം ഒരു മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു കളറും, പിന്നെ ഒരു നോർമൽ വൈറ്റ് കളർ. ഞാനവിടെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അതെന്ത് ചെയ്യാൻ പറ്റും, അതിൽ കുറേ സൗണ്ട് നോയ്സൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ സിൽവർ കളർ വെച്ചിട്ട് നെയിൽ ഫുൾ ആദ്യം ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി സിൽവർ ഇട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, അതെനിക്ക് ഇടാൻ പറ്റില്ല, ഫുൾ നോയ്സ് ആയതുകൊണ്ട്. അപ്പം ഞാൻ സിൽവർ കളർ എല്ലാ വിരലിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓരോന്നിടുന്നുണ്ട്, ഓരോ കഥ പറയുന്നുണ്ട്. നമ്മുടെ സ്വന്തം നഖമല്ലേ, ഇടുന്ന വഴിക്ക് ഇത്തിരി അപ്പുറമോ ഇത്തിരി ഇപ്പുറമോ ഒക്കെ പറ്റും, കാര്യം വെക്കണ്ട. ജസ്റ്റ് കൈ കൊണ്ട് തുടയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ ക്ലോത്ത് എങ്ങനെ വെച്ച് തുടച്ച് കളഞ്ഞാൽ മതി. ഞാൻ 2 ലെയറാട്ടോ നെയിൽ പോളിഷ് ഇടുന്നത്. ഞാൻ ഒറ്റ ലെയർ ഇട്ടപ്പോൾ അതിനത്ര കളർ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് 2 ലെയർ ഇട്ടേക്കാമെന്ന്. ഭയങ്കര സൂക്ഷ്മ നിരീക്ഷതയിലാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും അവിടെ ഇവിടെയൊക്കെ പറ്റുന്നുണ്ടായിരുന്നിട്ട് അതൊന്നും കാര്യമാക്കണ്ട. നമ്മുടെ ആദ്യത്തെ പരീക്ഷണം അങ്ങനെ നല്ല രീതിക്ക് ശരിയായിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് കളറിലേക്ക് ഞാൻ പരീക്ഷണം മാറ്റുകയാണ്. അടുത്ത കളർ എടുത്തിട്ട് ഇതിനെ ഇനി എങ്ങനെ പുതിയ ഷേപ്പ് വരുത്താം എന്ന ആലോചനയിലാണ്. അങ്ങനെ വിചാരിച്ചു ഇനിയിപ്പം പുതിയ കളർ എടുത്തിട്ട് അതാദ്യം ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ ചെയ്യുമ്പോൾ എന്താ, നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കും. കണ്ടില്ലേ, ഞാൻ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഒരു വര അങ്ങ് വരച്ചു. പക്ഷെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. അങ്ങനെ ആ ഐഡിയയും നല്ല രീതിക്ക് വിജയകരമായി. സത്യം പറഞ്ഞാൽ വീട്ടിൽ കുറേ നാളിങ്ങനെ ഒരു ജോലിയില്ല, ഒരു കൂലിയില്ല, അത് വെറുതെ ഇരിക്കുമ്പോൾ നമ്മളങ്ങ് മടിച്ച് ബോറടിച്ച് പണ്ടാരടങ്ങും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്നാവും. അപ്പം എങ്ങനെയെങ്കിലും ബോറടി മാറ്റണം, ഉറങ്ങി മതിയായി. അപ്പോൾ വിചാരിച്ചു വെറുതെ ഇരിക്കില്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഈ ക്യൂടെക്സ് വീഡിയോ, അല്ലെങ്കിൽ ഒരു നെയിൽ പോളിഷ് വീഡിയോ. അങ്ങനെ ഓരോ വിരലും അതിമനോഹരമായി ഞാൻ നെയിൽ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പുറം ഇപ്പുറം കുറച്ച് പറ്റുന്നുണ്ട്, അന്നും കാര്യമൊക്കെ ഉണ്ടാ, തുടച്ച് കളഞ്ഞാൽ മതി, അതൊക്കെ അങ്ങ് പൊക്കോളും. ഞാൻ ആദ്യം വിചാരിച്ചത് നെയിൽ കളർ ചെയ്യുമ്പം ഒരു ലെയർ അടിച്ചാൽ മതി, എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇളക്കി കളയുമല്ലോ. അപ്പോൾ ഇട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചാൽ കൊള്ളാം, എങ്കിൽ പിന്നെ 2 ലെയർ വെച്ച് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ 2 ലെയറൊക്കെ അടിക്കുന്നത്. പക്ഷെ സംഭവം കൊള്ളായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ കയ്യിൽ കുറേ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ യൂസ് ചെയ്യാതിരുന്നിരുന്നത് കട്ടിയായിപ്പോയി. അപ്പം കട്ടിയാവാത്ത ആകെ കുറച്ച് മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത 2 കളറാട്ടോ ഇത്. വലിയ കോമ്പിനേഷനൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. നോക്കിക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഒരു ഫിംഗറിൽ മാത്രമേ 2 കളർ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വിചാരിച്ചു ഒന്നിലേക്കാളും നല്ലത് എല്ലാത്തിലും അത് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിലും അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിലും അടിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മാത്രം ചെയ്താൽ നല്ല രസമായിരിക്കും നമ്മുടെ നെയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും ചെയ്ത് ഞാൻ അവിടെ വെച്ച് നിർത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയാക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ കുറച്ച് നേരത്തെ ആലോചനയ്ക്കിടയിൽ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയണോ? എന്തായിരിക്കും, ഗസ് ചെയ്യാൻ പറ്റുമോ? വേറൊന്നുമല്ല, ഒരു കീ. അപ്പം നിങ്ങൾ കീയോ എന്ന് വിചാരിക്കും, അതെ, കീ തന്നെ. അപ്പം കീ വെച്ച് ഇനി എന്ത് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ. അതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി കേട്ടോ. എടുത്തിട്ട് 3 ഡോട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. നോക്കി വരയ്ക്കണേ, സ്പേസ് ഒന്നും ഇല്ലാതെ 3 ഡോട്ട്. പക്ഷെ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു വിരൽ ഇട്ടപ്പോൾ വിചാരിച്ചു എന്തായാലും കാണാൻ കൊള്ളാം, എങ്കിൽ പിന്നെ ഇരിക്കട്ടെ, എല്ലാത്തിലും ഓരോന്ന്. അങ്ങനെ ഞാൻ വിട്ട് കൊടുക്കാതെ എല്ലാത്തിലും ഓരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പക്ഷെ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇടുന്തോറും.
അങ്ങനെ ഫുൾ വിരലിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു ലാസ്റ്റ് എൻ്റെ കൈയുടെ ലുക്ക്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ വലിയ സംഭവം ചെയ്ത കണക്ക് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.